അവനെ ക്രൂശിക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ ഈ അറിവുള്ളവർക്ക് വേണ്ടിയും അറിവില്ലാത്തവർക്കും വേണ്ടിയുമാണ്, അല്ലെങ്കിൽ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ആ വ്യക്തികൾക്ക് വേണ്ടി കൂടെയാണ് യേശു എന്ത് ചെയ്തത്? കാൽവറി ക്രൂശിൽ മരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ യുണീക്നെസ്, അവൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു കൊലപാതകമല്ല, അവൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു രക്തസാക്ഷി മരണമല്ല, അവൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു പകരം മരണമാണ്. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് മരിക്കുന്നത്. അവൻ്റെ കാൽവറി ക്രൂശിൻ്റെ ദർശനമുണ്ടെങ്കിൽ നമ്മളവനെ സ്നേഹിക്കാതിരിക്കത്തില്ല, അവനെ ആരാധിക്കാതിരിക്കത്തില്ല. നമ്മളവനെ ആരാധിക്കുന്നത് ആരാധിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പേടിച്ചല്ല, നമ്മളവനെ ആരാധിക്കുന്നത് ആരാധിച്ചാൽ വിടുതലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുമല്ല. വിടുതലുണ്ടാകുകയോ വിടുതലും ശിക്ഷയും ഒക്കെ വേദപുസ്തക യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ എൻ്റെ ആരാധന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആരാധന എന്ന് പറയുന്നത് അവൻ ദൈവം, ഹി ഈസ് ഗാഡ്. അവനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴമാണ്. എപ്പോഴാണ് നമുക്ക് അവനുള്ള സ്നേഹം കൂടുതൽ വരുന്നത്? പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ഒരു പക്ഷേ യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മനസ്സിലാക്കാനുള്ള ഒരു ചിത്രം അവർക്കില്ലായിരുന്നു, ഒരു ചിഹ്നം അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർക്കുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പല മടങ്ങാണ് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം കാൽവറി ക്രൂശിൻ്റെ ദർശനം ലഭിച്ചിട്ടുള്ളവന് ഒരിക്കലും അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു പഴയ നിയമത്തിലെ വിശ്വാസി അവനെ സ്നേഹിക്കുന്നതിന് അല്പം കുറവ് വന്നാലും ഒരു പക്ഷേ ദൈവത്തിന് അവനോട് കൂടുതൽ മയത്തിൽ ഇടപെട്ടാലേ പറ്റുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിൽ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിൻ്റെ ദർശനം എൻ്റെ കണ്ണുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും പാപത്തെ സ്നേഹിക്കാൻ പോകുകയില്ല. എൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും, രൂപാന്തരപ്പെട്ടതായിരിക്കും. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കും എൻ്റെ ജീവിതം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആ ഗാനത്തിൻ്റെ ഈരടികൾ പാടി ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്താം. അതേ സമയത്ത് അതൊരു റെസൊല്യൂഷൻ ആണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതൊരു വലിയ തീരുമാനമാണ്. പാപത്തെ സ്നേഹിക്കാൻ ഞാൻ ഇനി പോകുമോ എന്നല്ല, പോകില്ല എന്നാണ് നമ്മൾ പാടാൻ പോകുന്നത്. പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകില്ല. ക്രൂശിൻ്റെ ദർശനം ഇത് പാടുമ്പോൾ നിങ്ങൾ കണ്ണുകളെ അടച്ച് ക്രൂശിൽ കാണുന്ന യേശുവിനെ കണ്ടുകൊണ്ട്, ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട്, പ്രിയമുള്ളവരെ, മറ്റെല്ലാ കാഴ്ചകളും മാറട്ടെ, മറ്റെല്ലാ ചിന്തകളും മാറട്ടെ. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് അവർ വിശുദ്ധന്മാരാണ്, തീർച്ചയായും അവർ വിശുദ്ധന്മാരാണ്. എന്നാൽ അവർക്ക് ലഭ്യമല്ലാതിരിക്കുന്ന ഒരു ദർശനം, സ്നേഹത്തിൻ്റെ പ്രദർശനം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചിരിക്കുന്നു, പ്രകാശിപ്പിച്ചിരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ സ്നേഹത്തെ കണ്ട ഒരു വ്യക്തിയും വീണ്ടും പാപത്തെ സ്നേഹിക്കാൻ പോകുകയില്ല. യേശുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികൾ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ ആ ക്രൂശിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞതാണ്. ഈ പശ്ചാത്തലത്തിലാണ് യേശു അവൻ്റെ വാക്കുകളെ ഉച്ചരിക്കുന്നത്. നിങ്ങൾ അറിയണം, നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുമ്പോൾ അവനെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി കൂടെ ആണ് അവൻ മരിക്കുന്നത്. നിങ്ങൾ അറിയണം, അവനെ പരിഹസിച്ചവർക്കും വേണ്ടി കൂടെയാണ് അവൻ മരിക്കുന്നത്. നമ്മൾ അറിയണം, അവൻ്റെ മുഖത്ത് നിന്ന് രോമം വലിച്ചു പറിച്ച പടയാളികൾക്ക് വേണ്ടി കൂടെയാണ് അവൻ മരിക്കുന്നത്. നമുക്കറിയണം, അവൻ്റെ മുഖത്ത് തുപ്പിയ ആ തുപ്പലൊഴുക്കി അവൻ നിൽക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തുപ്പിയ ആ മനുഷ്യർക്ക് വേണ്ടി, ആ പടയാളികൾക്ക് വേണ്ടി കൂടെയാണ് അവൻ മരിക്കുന്നത്. നമുക്കറിയണം, അവർക്ക് വേണ്ടി മാത്രമല്ല, അവനെ നിഷേധിച്ച് ജീവിച്ച എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവൻ മരിച്ചത്.